ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അറിയാമല്ലോ, നമ്മൾ കൊല്ലം വീട്ടിലാണ്. അപ്പോൾ നമ്മളിന്ന് വലിയ പരിപാടികളൊന്നും ഇല്ല, എങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കാൻ പോവാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോയിലേക്ക്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടതിലൊക്കെ എല്ലാവരും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു, അതിനുള്ള ടിപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങൾ പറയുന്ന ഓരോ കമൻറ്റുകളും ഞാൻ എൻ്റെ നെഞ്ചിലേറ്റി അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പിന്നെ വണ്ണം എന്ന് പറയുന്ന ആരും വേഗം പോകത്തില്ലല്ലോ, അതിനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഷുഗർ കട്ടാണെങ്കിലും ഡയറ്റ് പ്ലാനൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഷുഗർ എന്ന് പറഞ്ഞ സാധനം കഴിക്കാറില്ല കേട്ടോ. ഞാൻ അധികം നേരത്തെയൊക്കെ ഈ പറയുന്ന പെപ്സിയൊക്കെ കുറേ കുടിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളും അല്ല, രാവിലെ ചായയിൽ പഞ്ചസാര ഇടും അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നാളെ ആശുപത്രി പോകും. അപ്പോൾ ഞാൻ ഈ ആഴ്ച ആശുപത്രി പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ആശുപത്രി പോകാൻ പറ്റിയില്ല. ചേട്ടായിക്ക് ഇവിടെ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ചേട്ടായിക്കും വയ്യാത്തതുകൊണ്ട് ഞാൻ ആശുപത്രി പോകാഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച നാളെ എന്തായാലും ആശുപത്രി പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഇലയിലാണ്. ഇതിൻ്റെ പേരെന്തൊക്കെയാണെന്ന് അകത്ത് നിന്ന് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഈ ഇല പറിക്കാം. ഇവിടെ വലിയൊരു മരം നിൽപ്പുണ്ട്, പക്ഷെ അതെനിക്ക് പറിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഇപ്പുറം ഒരു ചെറുത് നിൽപ്പുണ്ട്, കണ്ട. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വലിയ വലിയ ഇലകളാണേ. അപ്പോൾ അത് നമുക്ക് പറിക്കാം. പുഴുവൊക്കെ തിന്നുണ്ട്. ഒത്തിരി വേണ്ട, പക്ഷെ അത്യാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്രയും പറിക്കാം, വേണ്ടത്രയും പറിക്കാം. ഇത് അത്യാവശ്യം വലിയ ഇലയാണ് കേട്ടോ, പറിക്കാനും എളുപ്പമുണ്ട്. എന്തോരം വേണമെന്ന് എനിക്കറിയില്ല, അമ്മയ്ക്ക് അറിയത്തുള്ളൂ. ഒത്തിരി ഒന്നും വേണ്ടായിരിക്കും. പറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അയ്യോ ഭയങ്കര ഇതുണ്ടാ, കല്ലിട്ടേക്കുന്നുണ്ട്. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്നും ഇപ്പോൾ രാവിലെ 5:30 നടക്കാൻ പോകുന്നുണ്ട്. അതൊന്നും നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി കാണിച്ചു തരാവേ. ഇന്നലെയൊക്കെ വീട്ടിൽ നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കയറാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതെല്ലാം അമ്മ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇലയൊക്കെ ഇവിടെ വെക്കാം. അപ്പം അമ്മ ഇവിടെ എന്ത് പരിപാടി? കഴിയുമ്പോഴത്തേക്ക് മണ്ണ് കളയാൻ വലിയതാണ്. കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ഒരെണ്ണത്തിന്റെ തൊലി നീക്കിയപ്പോഴേ തൊലി പോകുന്നല്ലേ, നല്ലതുപോലെ പോകുന്നു. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂർക്കയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അതിന് വേര് വന്നു തുടങ്ങി. ഞാൻ 2 എടുത്ത് നടാൻ വെച്ചത് ഉണ്ടോ, ഒത്തിരി ഉണ്ട്. അയ്യോ കുറേ ഉണ്ട്, എല്ലാം കിളിച്ച്. അതെ, നേരത്തെ ഇറങ്ങി ചേരും കൈ കൊണ്ട് ആക്കി എടുക്കാൻ. എന്തിനാ, കറി വെക്കാനാ? ഇപ്പം ഞാനങ്ങ് വിചാരിച്ച് ചേരണ്ട. ഞാൻ ഇതിനിപ്പോൾ തോർത്തിലിട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോളും നന്നായിട്ട്. അടിക്കണോ അത്? തിരുമ്മി എടുത്താലും മതി. ഇതെല്ലാം കൈ പോവില്ലേ, കുറേ കഴിയുമ്പോഴത്തേക്കും കൈക്ക് ഭയങ്കര മടങ്ങതാവും. ഞാൻ ഒരെണ്ണം വെറുതെ നിൽക്കുക, അതിനെ പെട്ടെന്ന് തന്നെ എൻ്റെ തൊലി അങ്ങ് പോയി കേട്ടോ. അതുകൊണ്ട് ഇരിക്കുന്നത് 3 പിന്നെ വലിയ പാട് തോന്നുന്നു. നല്ല അടിപൊളി ഒരു തോരട്ട്. അതെ, അഴുക്കൊത്തിരി കളഞ്ഞു, ഭയങ്കര മണ്ണായിരുന്നു. ഇടുക്കിയിലെ മണ്ണ് ശരിക്കും മണ്ണുണ്ടായിരുന്നു. ചൂട് കഴിഞ്ഞാലേ ഇത് ഞാനൊന്ന് നടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാം. ഇല വെച്ച് കൊണ്ടുപോവാ. ഇല പിച്ചി അതെ, എവിടെയെന്ന് ഇപ്പം ഉണ്ട് കേട്ടോ. ഇല വലിയ ഇല നോക്കി നമുക്ക് 2 അവിടെ നിന്നും പറിക്കാം. ഈ കാര്യം ഞാൻ മറന്നുപോയി. നല്ല വലിയ ഇല. ഈ ഒരില മതി, കുറേ വെക്കാലോ. കുറേ വെക്കാലോ മീൻസ് മാവ്, നമ്മൾ കുഴയ്ക്കുന്ന മാവ് വെക്കാലോ, ഉണ്ടാക്കുന്ന മാവ്. ഞാൻ എന്തൊക്കെയല്ലേ ഈ പറയുന്നത്. അപ്പോൾ ഇത് മതി. അതെ, ഇടയ്ക്ക് പുഴു കണ്ടോ? ഇത് പുഴുവാണ് കേട്ടോ. പുഴുവിൻ്റെ അതാണ് നമുക്ക് കളഞ്ഞേക്കാം. അയ്യോ,
ഇനി എല്ലാം കഴുകി എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇതൊക്കെ വലിയത് നിൽപ്പുണ്ടേ. എല്ലാത്തിലും ഉണ്ട് ഇങ്ങനെ, കണ്ട. ഒരു പുഴുവിൻ്റെയാണ് കേട്ടോ അത്. ഇത് മതിയെന്ന്. തേങ്ങ എടുത്തിട്ടുണ്ട്, നമ്മൾ തേങ്ങ പൊതിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് നമുക്കൊരു ഹെൽപ്പൊക്കെ ചെയ്യാം. അപ്പോൾ തേങ്ങ പൊതിച്ചെടുക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ തെങ്ങുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ തെങ്ങിൽ നിന്നൊക്കെ ഇട്ട തേങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ 90-100 രൂപയൊക്കെയാണ് കിലോയ്ക്ക്. ഇവിടെ തെങ്ങുള്ളതുകൊണ്ട് തേങ്ങയ്ക്ക് ക്ഷാമമില്ല. പണ്ടൊക്കെ ഇപ്പം അത്രയും തെങ്ങില്ല. പണ്ടൊക്കെ ഭയങ്കരമായിട്ട് തെങ്ങായിരുന്നു. ഇഷ്ടംപോലെ തേങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് മതിരേ, ഒന്ന് മതിയാ? ഇതാ, അപ്പോൾ ഒരു തേങ്ങ മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പൊതിക്കാം. ഇനി നമുക്ക് അമ്മയ്ക്ക് ഇലയൊക്കെ ഇല്ലേ, അതൊക്കെ കഴുകി കൊടുക്കാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് കഴുകി തേങ്ങയൊക്കെ ചിരണ്ടി അതൊക്കെ സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ കഴുകിയെടുക്കാം കേട്ടോ. നമ്മളിത് ഇലയൊക്കെ അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒത്തിരി ഇലയില്ല, കുറച്ച് ഇലയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അമ്മ അമ്മ പുറത്തുണ്ട്, പണിയിലാണ്. പിന്നെന്താ, അപ്പോൾ നമുക്ക് വേഗം തേങ്ങയുടെയൊക്കെ ചിരണ്ടി വെക്കാം കേട്ടോ. കിളിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. നമുക്കുണ്ടാക്കാം, അടപോയി ഉണ്ടാക്കാം. വെള്ളം കയറാൻ തുടങ്ങി കേട്ടോ. ഒത്തിരി ഇല്ല, നല്ല കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കയറി തുടങ്ങിയുണ്ടോ. ഇങ്ങോട്ട് കയറാതിരുന്നാൽ മതിയായിരുന്നു. തേങ്ങ നല്ലപോലെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര കൂടി എടുക്കാം കേട്ടോ. ശർക്കര എല്ലാം ശരിയാക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ അമ്മ വരുവേ. ശർക്കര എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ചിരണ്ടി എന്തൊരു വേണമെന്ന് എടുക്കാം. തേങ്ങയിലേക്ക് തന്നെ ശർക്കര ചിരണ്ടിയാൽ മതിയാ? കുറച്ച് ജീരകം കൂടി ഇടുകയാണ്. അത് ശർക്കരയും തേങ്ങയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ട് നമ്മൾ മൈദ പൊട്ടിച്ചിടാൻ പോലെയാണ്. പുതിയ മൈദ കേട്ടോ, നമ്മൾ ഇന്നലെ വാങ്ങിച്ചതുകൊണ്ടേ അരിച്ചതുകൊണ്ട് അറിയാം. കുറച്ച് മൈദയുടെ പൊടിയും അല്ല ആട്ടയുടെ പൊടിയും കുറച്ച് ആട്ടപ്പൊടി വെച്ചിട്ടുണ്ട്.
ആ ഇല മതിയാവോ? കഴുകി വെച്ചോക്കാം. ആ മേലിൽ കിടക്കുന്ന ഓർണം കഴിയില്ല. നമ്മളിപ്പോൾ നേരിട്ടിടാണ്ട് കലക്കുന്ന വെള്ളത്തിൽ, കുഴയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് ഇവിടെ. നല്ലപോലെ ഇളക്കി കൊടുക്കും. ആഹാ ഇല്ല കേട്ടോ. നമുക്ക് ഇവിടെ കെട്ടിയാലോ? ആ ഇവിടെ എടുത്ത് പോയി എൻ്റെ മേളിൽ കയറി നിൽക്കുമായിരുന്നു. ഷോടാ സാറില്ല കേട്ടോ. പേടിച്ചു പോയോ? അതെ, എല്ലാം പേടിച്ചു, വിറയ്ക്കുന്നു പേടിച്ചിട്ട്. അപ്പം അമ്മ പറയുന്നത് ശർക്കര കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ഒരെണ്ണം അങ്ങ് കഴിച്ചേക്കാം ശർക്കര ഇട്ടത്. ഞാൻ പിന്നെ പ്രലോഭനങ്ങളിൽ വേഗം വീണു. എളുപ്പമല്ലേ? അതെ. അതെ, മാവ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഇലയുടെ പേരെന്തുവായിരുന്നു? ശീലാന്തി. ആ, അമ്മയുടെ ചാനലിൽ ഇത് ശീലാന്തി വെച്ചിട്ട് അട ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വന്നപ്പോൾ ഞാനല്ലേ എടുത്തു തന്ന വീഡിയോ. ഒത്തിരി ആയത്. അപ്പം അത് നിങ്ങൾ പോയി കാണാം കേട്ടോ. അമ്മയുടെ ചാനലിൽ അമ്മേനെ സപ്പോർട്ട് ചെയ്യാം. അമ്മേനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എൻ്റെ ചാനലിലുള്ള എല്ലാവരും. അപ്പോൾ ആരെയും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മാസ് കുക്കിംഗ് ടൈം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കാണുകയും ചെയ്യുക. അത് അമ്മതി അടുത്ത് കയറി. ഞാൻ വിചാരിച്ചു അതിൻ്റെ ഇത് വേണമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അല്ല ഇങ്ങനെ കുമ്പിള് കുത്തുമ്പോൾ വളച്ച് കുത്താൻ. അല്ലാണ്ട് പരത്തിട്ട് അല്ലാതെ ചുടുവോ? ഓക്കെ ഓക്കെ. പക്ഷെ ഉണ്ടല്ലോ ആ ഇലക്കകത്ത് മുഴുവനും പുഴുവാ. പത വരുന്നൊരു സൈസ് പുഴുവില്ലേ അത്. അത് എന്തോ ജീവി ഈ മഞ്ഞാവുമ്പോ ഉണ്ടാകുന്നതാ. മഞ്ഞിനകത്ത് ഇത്രയും ഇലയിലൊക്കെ ഇട്ടുണ്ട്. സാധനങ്ങളെല്ലാം റെഡിയായി. ഇനി ഇത് പരത്തി വെച്ചാൽ മതി കേട്ടോ. അല്ല വെള്ളം കയറി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം വലിയ ഇലയിൽ തന്നെ വിടണം. ശർക്കര ഇച്ചിരി കൂടുതലാണ്. കുറച്ച് മധുരം മാറ്റി വെച്ചേക്കാം. വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുണ്ട് നമുക്ക്. ഒത്തിരി ഇല്ലേലും കുഴപ്പമില്ല. മധുരം കുറച്ചിടുക.
കേട്ടോ, ഇലയിൽ പരത്തുന്നതാണ് നല്ല രസമുണ്ട്. ആലിൻ്റെ ഇല കണക്ക്, ആലില കണക്ക്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആലില വറക്കാൻ പോകുമായിരുന്നു. കൃഷ്ണനുണ്ടാകത്തെന്നും പറഞ്ഞു. അകത്തുണ്ടാവും. ആ, ആലിലക്കകത്ത് കൃഷ്ണനുണ്ടെന്നും പറഞ്ഞു. അത് പുസ്തകത്തിൻ്റെ അകത്തുണ്ട് വെക്കും. കനം കുറഞ്ഞിരിക്കും. ഒരെണ്ണം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം റെഡിയായി. അപ്പോൾ ഞാനും ഇപ്പോൾ കൂടുവാണേ. വെള്ളം നനച്ചോ? കൈ കഴുകിയതുകൊണ്ട് ചെറിയ സാധനം. ഫിനിഷ് ആവും കഴിഞ്ഞപ്പോൾ. ഇതിമോക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുമോളങ്ങ് കഴിച്ചോളും. ഇവിടെ പരിപാടി കഴിഞ്ഞേ. തിരിച്ചു വെക്കും, മേളിലോട്ട് വെക്കല്ലേ? അല്ല, അങ്ങനെ ആ അങ്ങനെയോ? എല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. ഇത് ഈ ഇല വെച്ചേക്കുന്നില്ലേ അതുപോലെ. ഓ, ഇങ്ങനെ ഇങ്ങനെ വെക്കണം. തിരിച്ചു വെക്കും ഇങ്ങനെ. ആ തന്നെ. ആ, അപ്പോൾ അതിൻ്റെ ഇത് വരണമല്ലോ അല്ലേ? ഇങ്ങനെ. ഓക്കെ, ഇനി തിരിച്ചു വെച്ചോ. ഇനി ഇങ്ങനെ. എന്താണെന്നറിയോ, ഇവിടെ താഴോട്ട് കിടക്കും. അപ്പോൾ ഇവിടുത്തെ പൊക്കം കൊണ്ടേ തിരിച്ചു വെക്കും. അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ, നമുക്കിത് മൂടി വെക്കാം. ഇപ്പം റെഡി ആവട്ടെ. നമ്മുടെ അട അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. സെറ്റായോ? ഇല്ലെന്ന് തോന്നുന്നല്ലേ? തിരിച്ച് മറച്ചിടണം. എടാ, ഈ പച്ച ഭാഗം വന്നിടത്തൊന്നും വേണ്ടിട്ടില്ല കേട്ടോ. അപ്പം അതെന്തായാലും നമ്മൾ തിരിച്ചെത്തായി. ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ വേഗം. കറണ്ട് പോയി. നമ്മൾ ലിജിമോളത് കുളിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുളിച്ചിട്ട് വരട്ടെ അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടെ ഇങ്ങുണ്ടോ? ഞാൻ വെക്കാം. നല്ല വെള്ളത്തിൽ വീഴും. ഇതേ വെള്ളത്തിൽ കണ്ട ഇത്രയും വെള്ളമായി കേട്ടോ. അപ്പം വെള്ളത്തിന് വലിയ വെള്ളമാവുന്നതിന് മുന്നേ ഞങ്ങൾ കുളിച്ച് വരട്ടെ അല്ലേ? ഓക്കെ, ഇലയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് കഴിക്കാം. ലിജിമോക്കും കൊടുക്കാം, എനിക്കും കഴിക്കാം. അടിപൊളിയായിട്ടുണ്ടേ. ഇങ്ങനെ പറക്കി വെക്കാം. 3 എടുത്തിട്ടുണ്ട്. ലിജിമോക്ക് 2 ഒന്നും കഴിക്കുകയില്ല. എനിക്ക് ഒരെണ്ണം മതി കേട്ടോ. കൊടുക്കാം. എന്നാ അല്ല, മാറ്റി തന്നോ? ഒരെണ്ണം എനിക്ക്. എടുത്തോ, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ചക്കരയും തേങ്ങയും. ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ നമുക്ക് ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഇലയട.
അത് കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടോ, സുന്ദരി പെണ്ണായി. ലിജുമൊക്കെ അത് മാത്രമല്ല വേറെ സാധനമുണ്ട്. അപ്പോൾ ഞങ്ങളിത് കുറച്ചൊക്കെ വെള്ളം എടുത്ത് ഇതുപോലെ പാത്രത്തിലാക്കി എടുത്ത് കളയുവാണ്. എന്നാലും എന്തേ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വേഗം എന്തെങ്കിലും കാപ്പി കുടിച്ചിട്ട് അടുത്ത പണി നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? ചൂടാണോ? കുടിച്ച് തരാം. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇവിടെ കഴിച്ചു നോക്കട്ടെ. മോള് മുറിച്ച് തന്നെ എടുത്ത് കഴിച്ചു നോക്കാം. ഇത് കണ്ടു. സൂപ്പറായിട്ടുണ്ട്. റിയാക്ട് ചെയ്യണം. നീ ഷുഗർ കട്ടാണ്. ഷുഗർ കട്ടാണ്. എനിക്ക് തിന്നാനുള്ള അനുവാദമില്ല. കുറച്ച് കഴിക്കുന്നുണ്ട്, ഒരെണ്ണം കഴിക്കുന്നുള്ളൂ കേട്ടോ. വിശപ്പ് മാറ്റണ്ടേ. അപ്പോൾ എന്തായാലും ശർക്കര കണ്ട് കുറച്ച് ഞാൻ എനിക്കുള്ളതിൽ അധികം വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ കറക്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടേ ഇതാണേ. ഇതിനകത്ത് അധികം ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല, കുറച്ച് തുള്ളി വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ കഴിക്കട്ടെ. വേണ്ടിയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ.